കൊല്ലത്ത് ആദിവാസി കുഞ്ഞുങ്ങളോട് അവഗണന. ഭാരക്കുറവുമായി ജനിച്ച ഇരട്ട കുഞ്ഞുങ്ങളെ പോറ്റാൻ മാർഗമില്ലാതെ ആദിവാസി ദമ്പതികൾ. അമ്മയ്ക്ക് മുലപ്പാൽ കുറവായതിനാൽ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ്. SC/ST വകുപ്പ് ഗർഭകാലത്ത് ആവശ്യമായ സഹായം നൽകിയില്ലെന്നും ST പ്രൊമോട്ടർ തിരിഞ്ഞുപോലും നോക്കിയില്ലെന്നുമാണ് ദമ്പതികൾ പറയുന്നത്. എന്റെ ഭർത്താവിന് ജോലിക്ക് പോകാൻ പോലും പറ്റത്തില്ല. 2 പിള്ളേരായോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മള് ആശുപത്രി പോകണമെങ്കിൽ ഒരു വണ്ടി വിളിച്ചാൽ ട്രാവലിൽ നിന്ന് പ്രൊമോട്ടർമാർ അതിനെക്കുറിച്ച് അവരെ സഹായിക്കത്തില്ല. നമുക്ക് വണ്ടിയെക്കുറിച്ച് അവരെ സഹായിക്കത്തില്ല. നമ്മൾ സ്വന്തമായിട്ട് വണ്ടി വിളിച്ച് പോകണമെന്നാണ് ട്രാവൽ പ്രൊമോട്ടർ നമ്മളോട് പറയുന്നത്. പിന്നെ ട്രാവലിന് കിറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്ക് 2 വർഷം കൊണ്ട് ആവുമെന്ന് തോന്നുന്നു കിറ്റ് കിട്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്ന് പിന്നെ ട്രാവൽ പ്രൊമോട്ടർ ഇതിനെക്കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് വളർച്ച ഇല്ലെന്ന് പോലും അറിഞ്ഞിട്ട് അവിടെ വെച്ച് ആരും നമ്മളോട് വിധിച്ച് ചോദിച്ചൊന്നുമില്ല. ഇവിടെ വന്നിട്ട് 3 മാസം ആവുന്നു ഇപ്പം ഞങ്ങൾ വന്നിട്ട്. ഇതുവരെ അവർ വന്ന് അന്വേഷിച്ചില്ല കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് പോലും. ഭർത്താവിന് ജോലിക്ക് പോകാൻ പറ്റാത്ത കാരണം ഞങ്ങൾ പാൽപ്പൊടി വാങ്ങിക്കാൻ പോലും പൈസ കയ്യിലില്ലാത്തതിന് ഞങ്ങൾ ഒരു ദിവസം അവർക്ക് വെള്ളമാണ് കൊടുത്തിരുന്നത്. പിന്നെ പാൽപ്പൊടിയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പുനലൂർ പോകണം. പക്ഷെ അതിനും വേണം വണ്ടിക്കൂലി. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം. രാജ്കുമാറാണ് കൊല്ലത്ത് നിന്ന് ചേരുന്നത്. രാജ്കുമാർ, ദയനീയമായ അവസ്ഥയാണ്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് SC/ST വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഇവർ പറയുന്നത്? അച്ചൻകോവിൽ സ്വദേശികളായ അഞ്ജു, സുനിൽ ദമ്പതികൾക്കുണ്ടായ ഇരട്ട കുട്ടികൾ. ഈ പ്രസവ സമയത്തും ആവശ്യമായിട്ടുള്ള പരിചരണം ഇവർക്ക് കിട്ടിയില്ലെന്ന് പറയുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കാനാണ് നിരവധി ഇതിൽ സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ നടപടികൾക്ക് വേണ്ടി തന്നെ ഒരുപാട് ആളുകൾ SC പ്രൊമോട്ടർമാരെ ഉൾപ്പെടെയുള്ളവരെ നിയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായി ഇവരെ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടുന്നത് ST വകുപ്പിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമാണ്. അതിന് ജില്ലാ ട്രൈബ് ഓഫീസർ വരെയുണ്ട്. പക്ഷേ ഇതൊന്നും നടക്കാത്ത ഒരു ഘട്ടത്തിൽ ആണ് ഇപ്പോൾ ഈ ദമ്പതികൾ ഇങ്ങനെ പ്രതികരിച്ച് രംഗത്ത് വന്നത്. ഇവർക്ക് സ്വന്തമായി വീടില്ല. ഇവരൊരു ബന്ധുവീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അവിടെ വെച്ചാണ് ഈ സംഭവം അറിഞ്ഞതും അങ്ങനെ അതിൽ നാട്ടുകാർ ഇടപെട്ട ഈ സംഭവങ്ങൾ മുഴുവനും ഇപ്പോൾ വെളിച്ചത്ത് വരാനും ഇടയാക്കിയത്. അല്പം മുമ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ ഈ കൊല്ലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് ക്രൂരമായി പോയി, ഇതിന് അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ ഉത്തരവ് ഇട്ടിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി തുളസിയെ ഈ വിവരങ്ങൾ ധരിപ്പിച്ചു. അവരും ഇതിൽ ഇടപെടും എന്നൊക്കെയാണ് മന്ത്രി പറയുന്നത്. എന്തായാലും ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കഴിഞ്ഞ സർക്കാരിൻ്റെ തുടർ നടപടികൾ പോലും കൃത്യമായി കൊണ്ടുപോകാൻ കഴിയാത്ത വിധം തികഞ്ഞ ഒരു പരാജയം പോലെ സംഭവിക്കുന്നു. അല്ലെങ്കിൽ അവർക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ ബിന്ദുകൃഷ്ണ തന്നെ വനിതാ ശിശുക്ഷേമ മന്ത്രി കൂടിയാണ്. അപ്പോൾ അവരുടെ ജില്ലയിലുള്ള ആ വകുപ്പ് മന്ത്രി ഉള്ളപ്പോഴാണ് ഈ അച്ചൻകോവിൽ ഇങ്ങനെ ചില സംഭവങ്ങൾ നടക്കുന്നത്. മോണിറ്റർ ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ട്രൈബുമായി ബന്ധപ്പെട്ട ആദിവാസി കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾക്കായാലും അതിൽ മുതിർന്നവർക്കായാലും എന്തെങ്കിലും വേണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അടിയന്തര ആവശ്യങ്ങൾക്കുള്ള ഒരു സഹായവും കിട്ടുന്നില്ലെന്ന് ഈ ദമ്പതികളുടെ അവർക്ക് റേഷൻ പോലും കൃത്യമായി കിട്ടുന്നില്ലെന്നാണ് ദമ്പതികൾ പരാതിപ്പെട്ടിരിക്കുന്നത്. ശരി, രാജ്കുമാറാണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.